Good evening. Okay, ഇന്നത്തെ ടോപ്പിക് ഷഡ്കർമാസ് ആണ്. 6 കർമ്മങ്ങൾ അല്ലെങ്കിൽ 6 ക്രിയകൾ. ഓക്കെ, പ്ലീസ് ബി റെഡി. Sit in comfortable posture, lengthen your spine, roll your shoulders up and back, and place your palms upon your knees. Take deep breath in and start. सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामयाः, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्. शान्ति शान्ति शान्तिः. Blink and open your eyes. All good? നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 6 ക്രിയാസിനെ കുറിച്ച്, അതായത് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ക്ലീനിങ് ടെക്നിക്സ്, ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരുടെ അറ്റൻഷൻ ഇവിടെ വരട്ടെ. സോ ശുദ്ധി അല്ലെങ്കിൽ ശോധന ഇൻ യോഗ, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ കോൺസെപ്റ്റാണ് ഈ ശുദ്ധി അല്ലെങ്കിൽ ശോധന. ഹഠയോഗ പ്രദീപികയിലാണ് ഇത് പറയുന്നത്. ഖേരണ്ട സംഹിതയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ടെക്സ്റ്റുകളിൽ പറയാൻ കാരണം, നമുക്ക് രാജയോഗിയിൽ എത്തുന്നതിന് മുന്നേ നമ്മുടെ ബോഡിയെയും മൈൻഡിനെയൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം മെയിൻലി നമ്മൾ ആസന പ്രാക്ടീസൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒരാളുടെ ബോഡിയിൽ മ്യൂക്കസിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലെഗമിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാനും പ്യൂരിഫൈ ചെയ്തെടുക്കാനുമാണ് ഇത്തരം ശുദ്ധിക്രിയകൾ ചെയ്യുന്നത്. ഹഠപ്രദീപിക അല്ലെങ്കിൽ ഹഠയോഗ പ്രദീപികയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഫ്ലെഗം കൂടുതലുള്ള ബോഡിക്കാണ് ഇത്തരത്തിലുള്ള കൂടുതലും കഫപ്രകൃതി ഉള്ളവർക്ക് ആയാസം കുറയ്ക്കാനും അവർക്ക് ആ ഒരു മടി ഇല്ലാതാക്കാനും വേണ്ടി ഈ ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ബോഡിയാണ്, അങ്ങനെ ഫ്ലെഗമൊന്നും ഇല്ലാത്ത ബോഡിയാണെങ്കിൽ അവർക്ക് ഈ ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഹഠയോഗ പ്രദീപികയിൽ പറയുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഏതൊക്കെയാണ് ശുദ്ധി അല്ലെങ്കിൽ ശോധന, അതിൻ്റെ വേർഡ് മീനിങ് നിങ്ങൾക്ക് മനസ്സിലാകും. ശുദ്ധി അല്ലെങ്കിൽ ശോധനയുടെ മീനിങ് ക്ലെൻസിങ് ആണ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ആണ് പറയുന്നത്. സോ ടൈപ്പ് ഓഫ് പ്യൂരിഫിക്കേഷൻ എന്തൊക്കെയാണ്? ശൗച്യം, ഒന്ന് ക്ലെൻലിനെസ് വരുത്തുക. നാഡീശുദ്ധി, നാഡിക്ക് ക്ലെൻലിനെസ് വരുത്തുക, അതായത് എനർജി ചാനൽസിന് നമുക്ക് ക്ലെൻലിനെസ് വരുത്താൻ പറ്റും പ്രാണായാമം യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമം ശോധനം ചെയ്തിട്ട്. ഇനി ഗതശുദ്ധി എന്ന് പറയുന്നത് ബോഡീനെ ശുദ്ധിയാക്കുക. ചിത്തശുദ്ധി എന്ന് പറയുന്നത് മനസ്സിനെ ശുദ്ധിയാക്കുക. അപ്പം മനസ്സ വാച കർമ്മണ ശൗച്യം നമുക്ക് വേണം. അക്കോർഡിംഗ് ടു ഏതിലായിരിക്കും നമ്മൾ ഫസ്റ്റ് പറഞ്ഞേ, ഏതായിരിക്കും ഫസ്റ്റ് പോർഷനിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞ ഏത് ഭാഗത്തായിരിക്കും ഈ ഒരു ശുദ്ധിനെ കുറിച്ച് പറയുന്നത്? മനസ്സ വാച കർമ്മണ ശുദ്ധിയായിരിക്കണമെന്ന് പറയുന്ന പോർഷൻ ഏതാണെന്നൊന്ന് എല്ലാവരും ഒന്ന് എഴുതിക്കേ. താഴെ ആ ക്വസ്റ്റ്യനിൽ എഴുതിയാൽ മതിയാവും. ചാറ്റ് ബോക്സിലോട്ട് ഇട്ടോട്ടോ. യെസ്, അതെ, നിയമത്തിൽ പറയുന്നുണ്ട് ശൗച്യത്തിൻ്റെ കാര്യം. യമ കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്ന നിയമാസിൽ ശൗച്യം പറയുന്നുണ്ട്. അപ്പം ശൗച്യമാണ് ഫസ്റ്റ് നിയമമായിട്ട് അഷ്ടാംഗ യോഗയിൽ പറയുന്നത്. ആ ഒരു ശൗച്യം നമുക്ക് മനസ്സ വാച കർമ്മണ വേണം. മനസ്സിനും വേണം, ബോഡിക്കും വേണം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലും വേണം. ഫിലോസഫിക്കൽ ഇൻസൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഖേരണ്ട സംഹിതയിൽ ഊന്നി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പോട്ട് ഉണ്ടാക്കുമ്പോൾ, അതായത് മണ്ണ് കുഴച്ച് പോട്ട് ഉണ്ടാക്കുമ്പോൾ ഹീറ്റ് കൊടുത്തില്ലെങ്കിൽ ആ ഒരു പോട്ട് ആ ഒരു ആകൃതിയിൽ നിലനിൽക്കില്ല.
അതുപോലെ തന്നെ ശൗച്യം വരുത്തി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലെഗം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, ബോഡിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ദൃഢതയുള്ള ബോഡി, സ്ഥിരതയുള്ള ബോഡി ഉണ്ടാക്കാൻ പറ്റും. അതായത് പോട്ടിനെ ഹീറ്റ് വെച്ച് എങ്ങനെ ഉരുക്കുന്നതല്ല, ഹീറ്റ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ആ ഒരു കട്ടിയാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ അതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇല്ലാണ്ടായിപ്പോവും. സോ ആ ഒരു പോട്ടിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ നമുക്ക് വരുന്നതാണ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അതേ ഹീറ്റിംഗ് പരിപാടി പോലെയാണ് ഇവിടെ പ്യൂരിഫിക്കേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. അത്തരത്തിൽ പ്യൂരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി നല്ല സ്ട്രോങ് ആയിരിക്കും, വിത്തൗട്ട് ഫ്ലഗം, വിത്തൗട്ട് അധികമായിട്ടുള്ള കഫം. നമ്മുടെ ബോഡി ക്ലിയർ ആൻഡ് ക്ലീൻ, പരിശുദ്ധമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനൊരു പരിശുദ്ധമുള്ള ഒരു ബോഡിക്ക് പരിശുദ്ധമായിട്ടുള്ളൊരു മനസ്സ് കിട്ടുള്ളൂ. എന്തൊക്കെയാണ് ഷഡ്ക്രിയാസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഷഡ്ക്രിയാസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ എനർജി, നമ്മുടെ കോശാസിന്, നമ്മൾ പറഞ്ഞ പഞ്ചകോശാസ് ഇല്ലേ, അന്നമയ കോശത്തിന് അത് ബലമാവും, പ്രാണമയ കോശത്തിന് അത് ബലമാകും, മനോമയ കോശത്തിന് അത് ബലമാവും, വിജ്ഞാനമയ അതിലൂടെ ശരിയാകും, ആനന്ദമയ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതുകൂടാതെ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ദോഷാസുണ്ട്, വാദം, പിത്തം, കഫം, ഇതിൻ്റെ ബാലൻസിങ് നമുക്ക് വരുത്താൻ പറ്റും. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു ഷഡ്ക്രിയാസ് പറയുന്നത്? പ്രാണായാമം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് മെയിനായിട്ട് ഈ ഒരു ഷഡ്ക്രിയാസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ സൈനസ് ഒക്കെ കറക്റ്റായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ സൈനസൈറ്റിസ് ഉള്ളവർ, മൂക്ക് നല്ല അടഞ്ഞിരിക്കുന്നവർക്കൊന്നും പ്രാണായാമം ചെയ്യാൻ പറ്റില്ല, അവർക്ക് പ്രാണായാമം ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഇതിൽ പറയുന്ന തരത്തിലുള്ള ക്രിയകൾ ചെയ്ത് കഴിഞ്ഞാൽ സൈനസിലുള്ള ആ കബൂക്ക് പോയി ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ വരും. ആ അവസ്ഥയിൽ പ്രാണായാമം ചെയ്യുമ്പോഴാണ് നമ്മുടെ എനർജി ഫീൽഡിനും പ്രാണിക് എനർജിക്ക് അത് നല്ലതായിട്ട് വരിക. ഇനി ബോഡിയിൽ അധികം ഫാറ്റ് ഉള്ളവർ, അധികം മ്യൂക്കസ് ഉള്ളവർ, വാദമുള്ളവർ, വാദത്തിൻ്റെ ദോഷമുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള ക്രിയ ചെയ്യണം. ഓക്കെ, ഈ ഇംബാലൻസ് മാറ്റാൻ ഏറ്റവും നല്ലതാണ് ഈ ക്രിയ പരിശീലിപ്പിക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു മനസ്സിനും ബോഡിക്കും ആത്മാവിനും ഒരു ഹാർമണി വരുത്താനായിട്ട്, ഇക്വിലിബ്രിയം, നമ്മുടെ ദോഷാസന ഇക്വിലിബ്രിയം വരുത്താനായിട്ട് ഈ ഷഡ്ക്രിയാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യണം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 6 തരത്തിലുള്ള ഏതൊക്കെയാണ് ആ മെയിൻ ഷഡ്ക്രിയാസ് എന്നുള്ള രീതിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതെവിടേക്കാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് നേത്തിയാണ്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് കോഡിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോഡിട്ട് പഠിക്കാം, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പിക്ചർ വൈസ് നിങ്ങൾക്ക് ഓരോ ശരീരഭാഗങ്ങളിൽ കണക്ക് കൂട്ടിയിട്ടാണ് പഠിക്കാൻ ഈസിയെങ്കിൽ അങ്ങനെ പഠിക്കാം. പക്ഷെ ഓർത്തെടുക്കുക, ഈ 6 എക്സാമിന് വരുന്നതാണ്, മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നേത്തി. നേത്തിയുടെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു നേത്തി ചെയ്യുന്നത് വഴി നമ്മുടെ സൈനസിൽ ഉള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള മ്യൂക്കസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, സോ ഒരു നേത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, വേർഡ് മീനിങ് വരുന്നത് പ്യൂരിഫിക്കേഷൻ എന്നാണ്. അതിന് വേറെയും അർത്ഥങ്ങളുണ്ട്. വേദാന്തങ്ങളിൽ പറയുന്ന അർത്ഥം നേത്തി അത് വേറൊരു മീൻസ് കോണ്ടെക്സ്റ്റ് ആണ്. അതിൽ വരുന്ന മീനിങ് നോട്ട് സോ എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഇവിടെ നേത്തി എന്ന് പറയുന്നതിൻ്റെ വേർഡ് മീനിങ് വരുന്നത് നേസൽ പ്യൂരിഫിക്കേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, നേത്തി എന്ന് ഓർക്കുമ്പോൾ മൂക്ക് ഓർക്കുക, നോസ് ഓർക്കുക. നോസ്, നേത്തി. സോ നേത്തി എന്ന് പറയുന്നത് നമ്മുടെ നേസൽ പാസേജ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനാണ് പറയുന്നത്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ബ്രീതിങ് ഈസി ആവും, റെസ്പിറേറ്ററി ഇൽനെസ് എല്ലാം മാറിക്കിട്ടും, മൈൻഡ് നന്നായിട്ട് പ്രിപ്പയർ ആവും. എന്തിനു വേണ്ടിയിട്ട്? പ്രാണായാമത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവും. മൈൻഡിൻ്റെ ബാലൻസ് കറക്റ്റ് ആവും. അങ്ങനെ നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമായിട്ട് വരും. അപ്പോൾ ടൈപ്സ് ഓഫ് നേത്തി ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജലനേത്തിയുണ്ട്, സൂത്രനേത്തിയുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലെൻസിങ് പ്രാക്ടീസ് ജലം വെച്ചിട്ട്, അതായത് വാം സലൈൻ വാട്ടറാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ വെള്ളം യൂസ് ചെയ്ത് നേത്തി പോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നേസൽ പാസേജ് ഫ്ലഷ് ചെയ്ത് കളയുന്നത്. ഇനി സൂത്ര നേത്തി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സൂത്രം മീൻസ് നൂലെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സൂത്രം എന്ന് പറയുന്നത് കത്തറ്ററാണ്. ഓക്കെ, ഇത്തരം റബ്ബർ കത്തറ്റർ യൂസ് ചെയ്ത് നമ്മുടെ ഒരു നോസ് വഴിയിട്ട് അടുത്ത നോസ് വഴി മീൻസ് കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് സൂത്ര നേത്തി എന്ന് പറയുന്നത്.
ജലനേർത്തി എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു പോട്ട് എടുക്കുക. ആ പോട്ടിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് ആ ഒരു വാട്ടർ എടുക്കുക. ഒരു പിഞ്ച് ഓഫ് സോൾട്ട് മാത്രമേ ഇടാവൂ 1/2 ലിറ്റർ വെള്ളത്തിൽ. ഓക്കെ, അതിനുശേഷം പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിന്നുകൊണ്ട് തല ഒരല്പം ടിൽറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് മുന്നോട്ട് ലീൻ ചെയ്തിട്ട് വേണം നിൽക്കാൻ. ദെൻ ഈ ഒരു നേത്തി പോട്ടിൻ്റെ അറ്റം, അതിൻ്റെ ആ ഒരു ടിപ്പ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏത് സൈഡിലേക്കാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെരിഞ്ഞ് നിൽക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൻ്റെ നോസ്ട്രിൽ വെക്കുക. എന്നിട്ട് കുറച്ച് ടിൽറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു വെള്ളം നമ്മുടെ മൂക്കിലൂടി നമ്മുടെ റൈറ്റ് നോസ്ട്രിലൂടി പോയി അത് നെക്സ്റ്റ് നോസ്ട്രിൽ ലെഫ്റ്റ് നോസ്ട്രിൽ കൂടി വരും. ഓക്കെ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ആ സമയത്ത് നമ്മൾ വായിൽ കൂടി വേണം ശ്വാസം എടുത്ത് വിടാൻ. ഓക്കെ, അപ്പം വാ ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കുക. ദെൻ ശ്വാസം ഒരുപാട് ആയാസപ്പെട്ട് ശ്വാസം എടുക്കണ്ട, സാധാരണഗതിയിൽ ശ്വാസം എടുക്കുക. അതേസമയം ഒരു നോസ്ട്രിൽ കൂടി ഒഴിച്ച് അടുത്ത നോസ്ട്രിൽ കൂടി വെള്ളം വരുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ 2-3 പ്രാക്ടീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അനായാസം ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിലാണ് ഇത് വരുന്നത്. ഏർലി മോർണിംഗ് തന്നെ നമുക്കിത് ചെയ്യേണ്ടി വരും. അപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് എല്ലാം നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്ലോ ചെയ്ത് കളയാം, നോസ് തുമ്മിക്കളയാം. ഇങ്ങനെ കപാൽഭാതി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ഒരു ജലനേർത്തി ചെയ്തതിന് ശേഷം കപാൽഭാതി എന്ന് പറയുന്ന ക്രിയ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ആ ഒരു ക്രിയ ചെയ്യുമ്പോൾ ഇങ്ങനൊരു രീതിയിൽ നമ്മൾ ആ ഒരു ബ്ലോ ചെയ്ത് കളയാണ് ചെയ്യുന്നത്. നോസിൽ നിന്ന് ആ ഒരു എക്സ്ട്രാ വരുന്ന വാട്ടർ കണ്ടൻറ്റിലൊക്കെ അതുവഴി നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും. ഇനി സൂത്ര നേർത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കത്തറ്റർ എന്ന് പറയുന്നത് ഇതാണ്, റബ്ബർ കത്തറ്ററാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു റബ്ബർ കത്തറ്റർ നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യണം. എന്നിട്ടൊരു കോട്ടൺ ത്രെഡും എടുത്താൽ മതി എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് റബ്ബർ കത്തറ്ററാണ്. ഇത് ലൂബ്രിക്കേറ്റ് ചെയ്യുക. ദെൻ ഇത് പതുക്കെ ഒരു സൈഡ് നമ്മുടെ ഒരു നോസിൽ കൂടി ഇട്ടിട്ട് ത്രോട്ട് വഴി വായിലൂടെ പുറത്തേക്ക് എടുക്കുന്നതാണ് ഈ ഒരു സൂത്രനേർത്തിയുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ പതുക്കെ വേണം നമ്മൾ ആ ഒരു ഈ കത്തറ്റർ വായുടെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പതുക്കെ 2 വിരൽ വെച്ചിട്ട് ആ ഒരു എൻഡ് ഹോൾഡ് ചെയ്ത് പതുക്കെ മുന്നിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുന്നിലേക്കും പുറകിലേക്കുമായിട്ട് ആ ഒരു ചെറുതായിട്ട് മൂവ്മെൻറ്റ്സ് കൊടുക്കണം. അങ്ങനെ 2 സൈഡും ചെയ്യണം. ഇതിപ്പോൾ ജലനേർത്തി പറഞ്ഞത് നമ്മൾ ഒരു സൈഡ് ചെയ്തതിന് ശേഷം മറ്റൊരു സൈഡും കൂടി റിപ്പീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സൂത്രനേർത്തിയും ഒരു മൂക്ക് ചെയ്ത് വായിലൂടെ പുറത്തെടുത്ത് ഫോർ ആൻഡ് ബാക്ക് നമ്മൾ ജസ്റ്റ് മൂവ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡും അതുപോലെ തന്നെ ചെയ്യണം. സോ ഇതുവഴി നമുക്ക് നേസൽ പാസേജ് ക്ലെൻസ് ചെയ്യാൻ പറ്റും. അവിടെ എക്സസ് ആയിട്ട് മ്യൂക്കസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ സ്ക്രാപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. സൈനസൈറ്റിസ് ഇഷ്യൂസ് ഉള്ളവർക്ക് അതൊരു നല്ല മാറ്റം വരുത്തും. അലർജീസ് ഉള്ളവർക്ക്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉള്ളവർക്കൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഇത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രീതിങ് എഫിഷ്യൻസി, നന്നായിട്ട് ബ്രീത് ചെയ്യാൻ പറ്റും. പ്രാണായാമം നല്ല രീതിയിൽ ബെനിഫിഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം ബാലൻസ് ആവും, മൈൻഡ് കാം ആവുകയും ചെയ്യും, നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, മെൻ്റൽ ക്ലാരിറ്റി വരും. അപ്പോൾ ആ ഒരു ഹെഡ് ഏക്കും മൈഗ്രെയിൻസും ഉള്ളവർക്ക് ഇത് ചെയ്യുന്നത് പതുക്കെ ചെയ്ത് ഇത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രശ്നവും വരില്ല. ഹെഡ് ഏക്കും മൈഗ്രെയിൻസും ഒക്കെ ശമനപ്പെടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രോണിക് ആയിട്ടുള്ള നേസൽ കഞ്ചഷൻ ഉള്ളവർ, നേസൽ പ്രോബ്ലംസ് ഉള്ളത്, ഒരുപാട് DNS അതായത് ഡീവിയേഷൻ നോസിലുള്ളവർ, ഇൻഫെക്ഷൻസ് ഒരുപാടുള്ളവർ, നോസ് പെട്ടെന്ന് ബ്ലീഡിങ് വരുന്ന ആൾക്കാർ, നോസ് ബ്ലീഡ് ഉള്ള ആൾക്കാർ, ഇവരൊന്നും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, സോ ജലനേർത്തിയുടെ എടുക്കുന്ന വെള്ളം കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. തിളപ്പിച്ച് ആറിയ ആ ഒരു ലൂക്ക് വാം ആയിട്ടുള്ള വാട്ടറിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സൂത്രനേർത്തി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ക്രിയ സൂത്രനേർത്തി ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ഇഞ്ചുറി വരാൻ നല്ല സാധ്യതയുള്ള ഒരു പ്രാക്ടീസാണത്. അപ്പം നല്ല മെതുവായിട്ട് ആ ഒരു
നല്ല രീതിയിൽ നല്ല ശ്രദ്ധിച്ച് മാത്രം ജെൻറ്റിലായിട്ട് മാത്രം കൈകാര്യം ചെയ്ത് ആ ഒരു വായ്ക്കൂടി എടുക്കേണ്ട ഒരു പ്രോസസ്സാണ് അത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദൗത്യമാണ്. സെക്കൻഡ് ദൗത്തി. ഓക്കെ, ദൗത്തി എന്ന് പറയുന്ന വേർഡ് മീനിങ് പ്യൂരിഫിക്കേഷൻ എന്ന് തന്നെയാണ്. ഇവിടെ ദൗ എന്ന് പറയുന്നത് ടു വാഷ് എന്നാണ്. ദൗത്തി മീൻസ് ഫുള്ളി പ്യൂരിഫിക്കേഷൻ എന്നാണ്. ഓക്കെ, മെയിൻലി ഇവിടെ ചെയ്യുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനിയൽ ആയിട്ടുള്ള പ്യൂരിഫിക്കേഷനാണ്. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ക്ലെൻസ് ചെയ്ത് ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനാണ് ഇവിടെ ഇത്തരത്തിലുള്ള ദൗത്തീസ് ചെയ്യുന്നത്. ഓവറോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് ഇത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് ദോഷാസ് ബാലൻസ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്ങിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ദൗത്തി എന്ന് നമുക്ക് നോക്കാം. വമന ദൗത്തി, വസ്ത്ര ദൗത്തി ആൻഡ് ദണ്ഡ ദൗത്തി. വമന ദൗത്തി എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സലൈൻ വാട്ടറാണ് ഇവിടെ എടുക്കുന്നത്. ചെറിയ ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടിട്ടാണ്. ഓക്കെ, സോ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കുടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പുറത്തേക്ക് വൊമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇത്തരം വമന ദൗത്തി ചെയ്യുന്നത്. വസ്ത്ര ദൗത്തി ആണെങ്കിലോ ഒരു ലോങ്ങേറ്റഡ് ആയിട്ടുള്ള പീസ് ഓഫ് ക്ലോത്ത് നമ്മൾ എടുത്തതിന് ശേഷം അത് വയറ്റിനുള്ളിലേക്ക് പതുക്കെ ഇറക്കി അത് തിരിച്ച് പതുക്കെ എടുത്ത് ആ ഒരു ഈസോഫാഗസ് സഹിതം നല്ല രീതിയിൽ കഴുകുന്നതിനെയാണ് വസ്ത്രദൗത്യം എന്ന് പറയുന്നത്. കഴുകുക ഇൻ ദ സെൻസ് ക്ലെൻസ് ചെയ്യുക. ഇനി ദണ്ഡദൗത്യം എന്ന് പറയുന്നത് ടീത്ത്, ഗംസ്, ടങ്ക് ഇതിനെയൊക്കെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ദണ്ഡദൗത്യം എന്ന് പറയുന്നത്. നമ്മൾ വമന ദൗത്യയെ കുഞ്ചൽ ക്രിയ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ചൽ ക്രിയ എന്തെന്ന് ചോദിച്ചാൽ വമന ദൗത്യം തന്നെയാണ് കുഞ്ചൽ ക്രിയയും. 5 മുതൽ 6 ഗ്ലാസസ് ഓഫ് വാട്ടർ നമ്മൾ കുടിക്കുക. വാം സലൈൻ വാട്ടർ കുടിക്കുക, എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുക. അതിനുശേഷം നമ്മൾ വോമിറ്റിംഗ് മനഃപൂർവ്വം തന്നെ ഇൻഡ്യൂസ് ചെയ്യുക. അത് നിന്നുകൊണ്ടായിരിക്കണം. കുറച്ച് മുന്നിലേക്ക് ആഞ്ഞു നിന്നുകൊണ്ട് ലീൻ ചെയ്തുകൊണ്ട് പതുക്കെ 2 ഫിംഗേഴ്സ്, നമ്മളെ ഇൻഡെക്സും മിഡിൽ ഫിംഗറും പതുക്കെ ത്രോട്ടിലേക്ക് ഇറക്കി വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് തുപ്പിക്കളയുന്നതാണ്, അല്ലെങ്കിൽ വോമിറ്റ് ചെയ്ത് കളയുന്നതാണിത്. ഓക്കെ, ആ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ഫുള്ളി നമ്മൾ കുടിച്ച വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ എക്സ്പെല്ലായി പോകുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് വസ്ത്രദൗത്തി. ക്ലീൻ ആയിട്ടുള്ള വസ്ത്രം എടുക്കുക, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ളത്. അത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത് ആയിരിക്കണം. ഒരു 5 മീറ്റർ വരെ അതിന് ലെങ്ത്ത് വരാം. ദെൻ അതിൻ്റെ വിഡ്ത്ത് വരേണ്ടത് 7 to 8 സെൻറ്റിമീറ്റർ മാത്രമാണ്. ഓക്കെ, അതിനുശേഷം ആ ഒരു ക്ലോത്തിനെ നമ്മൾ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. കംഫർട്ടബിൾ പൊസിഷനിൽ കുത്തിയിരിക്കുന്ന ഒരു പൊസിഷനിൽ, സ്ക്വാട്ടിംഗ് പൊസിഷനിൽ തന്നെ ഇരിക്കാൻ നോക്കുക. ഫ്രണ്ടിൽ ആ ഒരു ബൗളോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ ലൂക്ക് വാം വെച്ചിട്ട് അതൊന്ന് ക്ലെൻസ് ചെയ്യുക. ആ ഒരു വസ്ത്രം ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം മോയ്സ്ചർ ചെയ്തിട്ടാണ് വായിലേക്കിട്ട് സ്വല്ലോ ചെയ്യേണ്ടത്. കുറച്ചായിട്ടാണ് നമ്മൾ വായിലേക്ക് അതിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം അത് പതുക്കെ അവിടെ എത്തിയതിന് ശേഷം വയർ ജെന്റ്ലി നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പതുക്കെ കൈകൊണ്ട് വയറിൽ മസാജ് കൊടുക്കുക. അതിനുശേഷം ആ ഒരു നമ്മൾ ലാസ്റ്റ് പോർഷൻ വിഴുങ്ങി പോവാതിരിക്കാൻ ഒന്നുകിൽ കടിച്ച് പിടിക്കുക, അല്ലെങ്കിൽ കൈ തന്നെ ജസ്റ്റ് ഒന്ന് വെക്കുക. ഓക്കെ, അതിനുശേഷം അത് പതുക്കെ പുള്ള് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. അത്തരത്തിൽ നമുക്ക് ഈസോഫാഗസും സ്റ്റൊമക്കും ഫുള്ളി ക്ലെൻസ് ചെയ്യിക്കാൻ പറ്റും. ഈ ഒരു സ്റ്റാൻഡിങ് പോസ്ചറിലാണ് നമുക്ക് വമന ദൗത്യം ചെയ്യേണ്ടത്. വസ്ത്രദൗത്യം ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത്. സോ ഇനി പറയുന്ന ദണ്ഡദൗത്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ മൗത്ത്, ടീത്ത്, ടങ്, ഗം, ത്രോട്ട് ഇത്രയും ഭാഗങ്ങൾ ക്ലെൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ടിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് ടൂത്ത് ബ്രഷിന് പകരം പണ്ട് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന മിസ്വാക്ക് എന്ന് പറയുന്ന ഒരു തടിയുണ്ട്. അതുപോലെ തന്നെ അഗരുവിൻ്റെ തടി, അങ്ങനെ പല തരത്തിലുള്ള ഈ ഒരു ട്വിഗ്സ് നമ്മുടെ ആയുർവേദത്തിൽ ദിനചര്യയിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് ചൂ ചെയ്ത് അതിൻ്റെ ആ ഒരു ട്വിഗ് കൊണ്ട് ആ ട്വിഗ് ഫ്രെയ്ഡായി ആ ഒരു ബ്രഷിനെ പോലെ തന്നെ ആകുന്ന രീതിയിൽ അത് ആവണമെന്നാണ് പറയുന്നത്. ബ്രഷിലേക്ക് സ്ട്രക്ചർ ആയതിനു ശേഷം പതുക്കെ ആ ടീത്തിലും ഗമ്മിലും ഒരസി അതിനെ വൃത്തിയാക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടങ്കും വൃത്തിയാക്കുക. ഇത് നമ്മുടെ പ്ലേക്സും ഇമ്പ്യൂരിറ്റീസും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ആണ് ഇത്തരത്തിലുള്ള ക്രിയ യൂസ് ചെയ്യുന്നത്. ആയുർവേദത്തിൽ ദിനചര്യയിൽ പറയുന്ന ദന്തശോധനം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദന്തശോധനം പറഞ്ഞതിന് ശേഷം ജിഹ്വാശോധനം. ജിഹ്വ മീൻസ് പറയുന്നത്
നാക്കാണ്. അപ്പം ടങ്ക് ക്ലെൻസിങ് ആണ് ഇവിടെ പറയുന്നത്. ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്ത് വരുന്ന ആ ഒരു ടങ് ക്ലീനർ, അതിൻ്റെ യൂസേജ് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത് ആ ഒരു ടങ്കിൽ കോട്ട് ചെയ്തിരിക്കുന്ന ബിൽഡപ്പിനെ റിമൂവ് ചെയ്യിക്കാൻ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് കർണദൗത്യാണ്, ഇയർ ക്ലെൻസിങ് ആണ്. ഇവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡം ക്ലോത്ത് ആണ് യൂസ് ചെയ്യാൻ പറയുന്നത്. കോട്ടൺ ആയിട്ടുള്ള ക്ലോത്താണ് ഇയർ കനാലിലോട്ട് ഇട്ട് ജെൻറ്റ്ലി അതിനെ റൊട്ടേറ്റ് ചെയ്ത് വാക്സ് റിമൂവ് ചെയ്യിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ വാക്സ് റിമൂവൽ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ENT സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ കോട്ടൺ ആയിട്ടുള്ള ഡമ്പായിട്ടുള്ള, അതായത് നനച്ച് വസ്ത്രം യൂസ് ചെയ്ത് ചെറുതായിട്ട് കറക്കിയും നമുക്ക് കർണദൗത്തി ചെയ്യാൻ പറ്റും, ഇയർ ക്ലെൻസിങ് ചെയ്യാൻ പറ്റും. ദെൻ ഫോർഹെഡ് ക്ലെൻസിങ് എന്നിവിടെ പറയുന്നത് കപാലരന്ധ്ര ദൗത്യം എന്നാണ് പറയുന്നത്. അപ്പോൾ 2 ഫിംഗർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫോർഹെഡിന് മസാജ് ചെയ്ത് കൊടുക്കുന്നതിലാണ് ഇത്തരം ശുദ്ധി വരുന്നത്. അതായത് നമ്മുടെ നെറ്റിയുടെ മുകളിൽ ഐബ്രോയ്ക്കും ആ ഒരു ടെമ്പിളിൻ്റെയും ഇടയിലേക്ക് നമ്മൾ റൗണ്ട്ലി മസാജ് ചെയ്യാൻ, ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സൈനസിലേക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആയി ആ ഫോർഹെഡ് മുഴുവനും ക്ലെൻസ് ആവുന്നു. അതാണ് പറയുന്നത്. പിന്നെ നമുക്ക് പറയുന്നത് ഗണ്ടൂഷമാണ്, മീൻസ് മൗത്ത് റിൻസിങ്. വായിൽ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓയിൽ, ഹെർബൽ ഓയിൽ സൊല്യൂഷൻ, കഷായം. ആയുർവേദം പഠിച്ച കുട്ടികൾക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ വായിൽ ഓയിൽ അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ കഷായം ഇത് വെച്ചിട്ട് നമ്മൾ റിൻസ് ചെയ്യുന്നതിനെയാണ് ഗണ്ടൂഷ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടോക്സിൻസ് റിമൂവ് ചെയ്യിക്കും, ഗംസിന് ഹെൽത്ത് വരുത്തിപ്പിക്കും. അത്തരത്തിൽ നമ്മുടെ ആ ഒരു റിൻസിങ് പ്രോസസ്സ് നല്ല രീതിക്ക് നടക്കുന്നവരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ദെൻ പറയുന്നത് ത്രോട്ട് ക്ലെൻസിങ് ആണ്, കാഗ്യമുദ്ര ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് ഗാർഗിൾ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. വാം വാട്ടർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഷായ, ഹെർബൽ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ത്രോട്ടിൽ പിടിച്ചിട്ട് തല ഒരല്പം പൊക്കി വെച്ച് ഗാർഗിൾ ചെയ്യുക. അപ്പോൾ അതിന് ആ ഒരു ഗാർഗിളിങ് സൗണ്ടോട് കൂടി തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മുടെ ത്രോട്ടിൻ്റെ ബാക്ക് സൈഡ് വരെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം അത് തുപ്പിക്കളയാം. ഇത്തരത്തിൽ ദണ്ഡദൗത്തി ചെയ്താലുള്ള നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് നമ്മുടെ സ്റ്റൊമക്ക്, ഈസോഫാഗസ്, മൗത്തിലൊക്കെ ക്ലെൻസ് ആയിട്ടിരിക്കും. എക്സസ് മ്യൂക്കസോ ബൈലോ ടോക്സിൻസോ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും. അസിഡിറ്റി, ഇൻഡൈജഷൻ എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി പാസേജസ് ക്ലിയർ ആകുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്തും ഇമ്പ്രൂവ് ആയിട്ട് വരും. നമ്മുടെ ദോഷാസിനെ, അതായത് വാതപിത്ത കഫങ്ങളെ ബാലൻസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഹാർട്ട് ഡിസീസ് ഉള്ളവർ, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, ഇനി ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസോർഡേഴ്സ് ലൈക്ക് അൾസർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീഗർഗിറ്റേഷൻ പ്രോബ്ലംസ് ഉള്ളവർ ഇവർ ഈ ദൗത്യം ചെയ്യാതിരിക്കണം. പ്രഗ്നൻസി ഉള്ളവർ മെൻസ്ട്രേഷൻ ടൈമിലും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച ഉടനെയും നമുക്ക് ഇത്തരത്തിലുള്ള ദൗത്യക്രിയാസ് ചെയ്യാൻ പാടില്ല. സ്പെഷ്യലി നമ്മൾ ഇതൊരു സൂപ്പർവിഷനിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമതായി നമ്മളിവിടെ പറയുന്നത് വസ്തിയാണ്. തേർഡ് വൺ ഈസ് വസ്തി. ഓക്കെ, സോ ഇത് നമ്മുടെ കോളൻ ക്ലെൻസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിലേക്ക് വാട്ടറിനെ ഡ്രോ ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ഒരു ഏനൽ റീജിയൻ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഹൈഡ്രോതെറാപ്പി, കോളൻ ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്നൊരു പ്രക്രിയയായിട്ട് നമ്മൾ നാച്ചുറോപ്പതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിൽ നമുക്ക് ലോവർ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. സോ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ്, ടോക്സിൻസ് അതിനെയെല്ലാം പുറത്ത് കളഞ്ഞ് ക്ലെൻസ് ചെയ്യാൻ, ഡൈജസ്റ്റീവ് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അവർക്കത് മാറാൻ, നമ്മുടെ ദോഷാസ് ബാലൻസ് ചെയ്യാൻ, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വസ്തിക്രിയ ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിലാണ് വസ്തിക്രിയ പറയുന്നത്, ജലവസ്തിയും സ്ഥലവസ്തിയും. ജലവസ്തിയാണ് ട്രഡീഷണലി നമ്മൾ ചെയ്തു വരുന്നത്. സ്ഥലവസ്തി ജസ്റ്റ് ഏനൽ റീജിയനിലെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് സ്ഥലവസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഡ്രൈ മെത്തേഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് പ്രദീപിക്കയിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ടബിൽ, അതായത് നേവൽ റീജിയൻ വരെയുള്ള വെള്ളത്തിൽ ഇറങ്ങി നിന്നാണ് ഇത്തരത്തിൽ വസ്തി ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതേസമയം മോഡേൺ ആയിട്ട് നമ്മൾ നാച്ചുറോപ്പതിയിൽ കാണുമ്പോഴത്തേക്ക് ഒരു വസ്തിക്ക് വേണ്ടിയിട്ടൊരു മഗ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചൊരു ഹയർ പൊസിഷനിലേക്ക് വെക്കുമ്പോഴാണ് അതിലൊഴിക്കുന്ന വെള്ളം ആ ഒരു ട്യൂബ് വഴി ഏനൽ റീജിയനിലേക്ക് എത്തുന്നത്. ആ ഒരു വിധത്തിലാണ് ഇപ്പോൾ വസ്തിക്രിയ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ടബിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ട്
ആ നേവൽ റീജിയൻ വരെ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഉദ്ദീയന ബന്ധം ചെയ്യുന്നു. ഉദ്ദീയന ബന്ധം ചെയ്യുമ്പോൾ അവിടെ വയറിലേക്ക് ഉള്ള ഒരു പ്രഷറിൽ നമ്മുടെ ഏനൽ റീജിയൻ റിലാക്സിങ്ങിലായിരിക്കും. അത്തരം റിലാക്സിങ് വരുമ്പോഴത്തേക്ക് ആ ഒരു കോളൻ്റെ ഉള്ളിലേക്ക് വെള്ളം സക്ക് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഇത്തരത്തിൽ വസ്തിക്രിയ ഇവിടെ പറയുന്നത്. സോ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഉദ്ദീയന ബന്ധം നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ബന്ധാസും മുദ്രാസും പഠിക്കും. ആ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ, വയറിൻ്റെ മസിൽസ് ഉള്ളിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു വെള്ളം ഈ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഏനൽ ഫിഞ്ചർ വഴി ഉള്ളിലേക്ക് കോളൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഉദ്ദീയന ബന്ധം വിട്ട ശേഷം ആ ഒരു സ്ക്വാട്ടിംഗ് പൊസിഷനിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ഉള്ളിൽ നിന്ന് എക്സ്പെല്ലായി പോകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ഥലവസ്തി അല്ലെങ്കിൽ ഡ്രൈ വസ്തി എന്ന് പറയുന്നത് സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരുന്ന് ഉദ്ദീയന ബന്ധം ചെയ്തിട്ട് ഇൻറ്റേർണലി പ്രഷർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ഏനൽ ഫിഞ്ചറിന് സ്റ്റിമുലേഷൻ കൊടുക്കുക. അതായത് കോൺട്രാക്ഷനും റിലാക്സേഷനും ആ ഒരു ഏനൽ ഫിഞ്ചർ മസിൽസിന് കൊടുക്കുമ്പോഴാണ് അതിനെ സ്ഥലവസ്തി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡ്രൈ വസ്തി. ഇത്തരത്തിലാണ് നാച്ചുറോപ്പതിയിൽ വസ്തി യൂസ് ചെയ്യുന്നത്. ഒരു മഗ്ഗിൽ വെള്ളം എടുത്ത ശേഷം ട്യൂബ് വഴി ഏനൽ ഫിഞ്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ വസ്തി ചെയ്യുന്നത്. സോ മുഴുവനും വെള്ളം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേസ്റ്റ് റിപ്പൽഷൻ വേസ്റ്റ് എക്സ്പെൽഷൻ നമുക്ക് നടക്കും. ഇത്തരത്തിൽ വസ്തി ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോളൻ ക്ലെൻസ് ചെയ്ത് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻസ് ഒക്കെ പുറത്ത് കളയാൻ പറ്റും, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാൻ പറ്റും, ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും, ഈ വാതപിത്ത കഫദോഷങ്ങളെ ബാലൻസ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ വേരിയസ് ആയിട്ടുള്ള ഡിസീസസിന്, പ്രത്യേകിച്ചും വാത റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വസ്തിയാണ് ആക്ച്വലി വാത ഡിസീസുകളിൽ ഹാഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് തന്നെ പറയുന്നത്. പിന്നെ ഓവറോൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ക്ലാരിറ്റി വരും. നമ്മുടെ ഡൈജസ്റ്റീവ് ഓർഗൻസ് ഒക്കെ ഫങ്ഷനിങ് നന്നായിട്ട് എൻഹാൻസ്ഡ് ആക്കപ്പെടും. പിന്നെ നമ്മുടെ ഹെമറോയിഡ്സ്, ഏനൽ ഫിഷേഴ്സ് ഇതിനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്ത് ഹെൽപ്ഫുള്ളായിട്ട് വെക്കാൻ പറ്റും. ഇറിറ്റബിൾ ബവൽ ഡിസീസ് അല്ലെങ്കിൽ ക്രോൺ ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റീസും ഒക്കെ ഉള്ളവർ, അല്ലെങ്കിൽ റെക്ടൽ പ്രൊലാപ്സ് ഉള്ളവർ, ഇങ്ങനെയുള്ളവർക്കൊന്നും ഇത്തരത്തിൽ വസ്തിക്രിയ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഡ്യൂറിങ് പ്രഗ്നൻസിയും മെൻസ്ട്രേഷൻ്റെ ടൈമിലും എന്തെങ്കിലും ഹൈ ബ്ലഡ് പ്രഷർ ഡിസീസോ ഹാർട്ട് ഡിസീസോ ഉള്ളവരാണെങ്കിലും ഇത്തരത്തിൽ വസ്തിക്രിയ ചെയ്യാൻ പാടില്ല. ഈ ഒരു ക്രിയ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൂപ്പർവിഷൻ ഇല്ലാതെ നമ്മൾ ഇത്തരം ക്രിയകൾ ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത് നാലാമതായിട്ട് പറയുന്നത് നൗളിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നൗളി. നൗളി എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ നൗ എന്ന് പറയുന്നത് ഷിപ്പാണ്, ലീ എന്ന് പറയുന്നത് ടു ക്ലിഞ്ച് ടു. അപ്പോൾ ഇത് റെഫർ ചെയ്യുന്നത് നമുക്ക് ആ ഒരു വേവ് ലൈക്ക് മോഷനെയാണ്. ആ ഒരു ഷിപ്പിനുണ്ടാവുന്ന വേവ് ലൈക്ക് മോഷൻ പോലെ തന്നെ നമ്മുടെ ആ വയറിൻ്റെ അല്ലെങ്കിൽ അബ്ഡോമിനൽ മസിൽസിൻ്റെ വേവ് ലൈക്ക് മോഷൻസിനെയാണ് ഇവിടെ കാണിക്കുന്നത്, നൗ ലി. ഓക്കെ, അപ്പോൾ ഈ ഒരു അബ്ഡോമിനൽ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സിനെയാണ് നൗ ലി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസിനെ ക്ലെൻസ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും കൂടിയാണ് ഈ നൗളി ക്രിയ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ആവും, നമ്മുടെ നെർവസ് സിസ്റ്റം നല്ല ബാലൻസ്ഡ് ആവും. അതേസമയം മണിപ്പൂര ചക്ര, നമ്മളിനി പഠിപ്പിക്കാൻ പോകുന്ന ഒരു പോർഷനാണ് ചക്രാസ്. അപ്പോൾ മണിപ്പൂര ചക്ര അല്ലെങ്കിൽ സോളാർ പ്ലെക്സസിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൗളി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓവറോൾ നമ്മുടെ പ്രാണിക് എനർജീനെ എലവേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ക്രിയയാണ് നൗളി ക്രിയ എന്ന് പറയുന്നത്. നമുക്ക് 3 ടൈപ്പ് ഓഫ് നൗളിയാണ് പറയുന്നത് ഇവിടെ. എങ്ങനെയൊക്കെയാണ് അബ്ഡോമിനൽ മസിൽസിനെ ആ ഒരു വേവ് ലൈക്ക് മോഷനിലേക്ക് കൊണ്ടുവരുന്നത്, അത്തരത്തിൽ ആ മസിൽസ് സെൻട്രൽ പോർഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ മധ്യമ നൗളി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ആ ഒരു മസിൽ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വേവ് ചെയ്ത് പോകുന്നതിനെ വാമ നൗളി എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ അതിനെ ദക്ഷിണ നൗളി എന്നാണ് പറയുന്നത്. ഇവിടെയും നമ്മൾ ഉദ്ദീയന ബന്ധം യൂസ് ചെയ്യുന്നുണ്ട്. കാലുകൾ രണ്ടും ഷോൾഡർ വിത്ത് അപ്പാർട്ടിലേക്ക് കുറച്ച് അകലത്തിലേക്ക് അകത്തി വെച്ചിട്ട് കുറച്ചൊന്ന് മുന്നിലേക്ക് ബെൻഡ് ചെയ്ത് വെച്ച് 2 കൈയും തൈസിലേക്ക് വെച്ച് ഫുള്ളി എക്സെയിൽ ചെയ്യുക. പുറത്തേക്ക് ശ്വാസം മുഴുവനായിട്ടും വെച്ച ശേഷം ഉദ്ദീയന ബന്ധം ഉള്ളിലേക്ക് എടുക്കുക. അതായത് അബ്ഡോമിനൽ മസിൽസ് ഉള്ളിലേക്ക് സ്ക്യൂസ് ചെയ്ത് പുള്ളി ചെയ്ത് പിടിക്കുക. അതിനുശേഷമാണ് നമ്മൾ ഈ നൗളി ക്രിയ ചെയ്യുന്നത്.
ആ ഒരു അബ്ഡോമിനൽ മസിൽസിൻ്റെ ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് അണ്ടർ നമ്മുടെ റിബ് കേജിൻ്റെ അണ്ടറിലുള്ള ആ മസിൽസിനെ ഇൻവേർഡും അപ്വേർഡുമായിട്ട് മൂവ്മെൻറ്റ് ചെയ്യിക്കുക, ഇൻ ആൻഡ് ഔട്ട്. അങ്ങനെ ചെയ്യിക്കുമ്പോഴാണ് അതിന് മധ്യമ നൗളി എന്ന് പറയുന്നത്. മുഴുവനായും ഇങ്ങനെ എക്സേൽ ചെയ്തിട്ട് ഉദ്ദീന ബന്ധത്തോടെ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് ആയിട്ട് പിടിക്കുക. ഉള്ളിലേക്ക് മുകളിലേക്ക് കയറ്റി അതിനെ സ്ക്യൂസ് ചെയ്ത് പിടിക്കുന്നതിനാണ് ഉദ്ദീന ബന്ധം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഉദ്ദീന ബന്ധം ചെയ്തതിന് ശേഷം നമ്മുടെ അബ്ഡോമിനൽ മസിൽസ്, അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ റെക്ടസ് അബ്ഡോമിനസ് എന്ന് പറയുന്ന മസിലിനെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പ്രഷർ ലെഫ്റ്റ് സൈഡിലെ തൈസിലേക്ക് കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള മസിൽ അബ്ഡോമിനൽ മസിലിനെ ഐസൊലേറ്റ് ചെയ്യുന്നതിനെയാണ് വാമദൗതി എന്ന് പറയുന്നത്. ഇനി അത് വലത് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് തൈസിലേക്ക് പ്രഷർ കൊടുത്തിട്ടാണ് റൈറ്റ് സൈഡിലെ അബ്ഡോമിനൽ മസിൽസ് ആണ് ഐസൊലേറ്റ് ചെയ്ത് പിടിക്കുന്നതെങ്കിൽ അതിനെ ദക്ഷിണ ദൗതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത്തരം ഈ ഒരു 3 നൗളിയും റൊട്ടേഷൻ വൈസ് നമ്മൾ റൈറ്റ് മധ്യമ ലെഫ്റ്റ് മധ്യമ റൈറ്റ് അങ്ങനൊരു രീതിയിൽ കോമ്പിനേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്ത് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ക്ലിയർ പിക്ചർ ഓഫ് നൗളിയാണ്. ഇത്തരത്തിലാണ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന ദക്ഷിണ ദൗത്യമുള്ളത്, മധ്യമ ദൗത്യമുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കെ, ഇത് മൊത്തത്തിൽ ഉള്ളിലേക്ക് പിടിക്കുന്നതാണ് ഉദ്ദീന ബന്ധം എന്ന് പറയുന്നത്. അവിടെ മസിൽ വിസിബിൾ ആയിരിക്കില്ല. ഇവിടെ മസിൽ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എടുത്ത് മൂവ് ചെയ്യിക്കാൻ പറ്റും. എന്തൊക്കെയാണ് നൗളി ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ ഡൈജഷനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെയാവും, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ നല്ല മസാജ് കിട്ടും. സോ ദാറ്റ് നമ്മുടെ സ്റ്റൊമക്കും ലിവറും ഇൻറ്റസ്റ്റൈനും ഒക്കെ അതിൻ്റെ ഫങ്ഷൻ നന്നായിട്ട് ചെയ്യും. ദെൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. വേഗസ് നെർവ് നമ്മുടെ വയറ് വരെ വരുന്നുണ്ട്. സോ ആ ഒരു നെർവസ് സിസ്റ്റത്തിനെ അതുവഴി നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്ട്രെസ് റിഡക്ഷന് സഹായിക്കും, ബോഡീനെ ഡീടോക്സിഫൈ ചെയ്യാൻ സഹായിക്കും, സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഒരുപാട് നാളായിട്ട് വയറ്റിൽ കിടന്നുകൊണ്ടിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. അതേസമയം അബ്ഡോമിനൽ മസിൽസിനെ ആണെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നുണ്ട്, നമ്മുടെ കോർ സ്ട്രെങ്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങും എനർജിയും പ്രൊമോട്ട് ചെയ്യാണ് ഈ നൗളി ക്രിയയിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ്, ബ്ലഡ് പ്രഷർ, ഹേർണിയ, പെപ്റ്റിക് അൾസർ ഇത്തരം രോഗങ്ങളുള്ളവരൊന്നും നൗളി ക്രിയ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. പ്രഗ്നൻസി ടൈമിലും മെൻസ്ട്രേഷൻ ടൈമിലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസിലൂടെ മാത്രമേ ഇത്തരം ക്രിയകൾ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കപാൽഭാതിയാണ്. അപ്പോൾ കപാൽഭാതി ക്രിയ എന്ന് പറയുന്നത് റാപ്പിഡായിട്ടുള്ള ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സലേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പാസീവായിട്ടുള്ള ഇൻഹലേഷനാണ്, അതായത് ശ്വാസം എടുക്കുന്നതിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ഓൺലി എക്സലേഷൻ. അങ്ങനെ ഒരു പ്രക്രിയയാണ് കപാൽഭാതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രീതിങ്ങിന് ഒരു മോഡിഫിക്കേഷൻ വരുത്തുന്നതുകൊണ്ട് ഈ ഒരു കപാൽഭാതിനെ പ്രാണായാമവുമായി പറയുന്നുണ്ട്. പ്രാണായാമവും ക്രിയയുമായിട്ടുള്ള ഒരു ക്രിയയോ പ്രാണായാമമോ എന്ന് രണ്ടും പറയാൻ പറ്റുന്ന ഒരു ക്രിയയാണ് കപാൽഭാതി എന്ന് പറയുന്നത്. സോ കപാൽഭാതിയുടെ ട്രാൻസ്ലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൈനിങ് സ്കൾ എന്നാണ്. കപാല മീൻസ് സ്കൾ, ഭാതി മീൻസ് ഷൈനിങ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു സ്കള്ളിന് ഷൈനിങ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലോട്ട് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ബ്രെയിനിൻ്റെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ മൈൻഡിൻ്റെ പ്യൂരിഫിക്കേഷനാണ് ഇതിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ പ്രൈമർലി നമുക്ക് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് ഇത് ക്ലെൻസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും ഇത് നല്ലതാണ്, കാരണം നല്ലൊരു മസാജിങ് എഫക്റ്റാണ് അവിടെ കിട്ടുന്നത്. ആ ഒരു സ്റ്റൊമക്കിന് മാത്രമാണ് അവിടെ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നല്ലൊരു മസാജ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം നെർവസ് സിസ്റ്റത്തിന് നമ്മളെ മണിപ്പൂര ചക്ര അവിടെ നല്ല ആക്ടിവേറ്റ് ആവും ആ കപാലഭാതി ചെയ്യുന്നതോടൊപ്പം. സോ ഇത്തരത്തിൽ ഓവറോൾ നമ്മൾ എല്ലാ സിസ്റ്റത്തിനെയും കണക്ട് ചെയ്ത് ക്ലെൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്രിയയാണ് കപാൽഭാതി എന്ന് പറയുന്നത്. ഓവറോൾ സിസ്റ്റത്തിന് ബെനിഫിഷ്യൽ ആയതുകൊണ്ടും നമ്മുടെ പ്രാണിക് എനർജീനെ അത് എലവേറ്റ് ചെയ്ത് നല്ല രീതിക്ക് നിർത്താനായിട്ട് ഈ ഒരു ക്രിയ കൊണ്ട് സാധിക്കും. അപ്പോൾ 3 തരം കപാൽഭാതിയാണ് പറയുന്നത്. വാതക്രമ, വ്യുത്ക്രമ ആൻഡ് ശീതക്രമ എന്നാണ് പറയുന്നത്. വാതക്രമ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന കപാൽഭാതിയാണ് സ്ഥിരമായിട്ട് എല്ലായിടത്തും ചെയ്തു വരുന്നത്. അത് നമ്മുടെ സ്റ്റൊമക്ക് മസിൽസിനെ അല്ലെങ്കിൽ സ്റ്റൊമക്കിനെ ഇൻവേർട്ട്ലി സ്ട്രൈക്ക് ചെയ്യാന്നാണ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻഹലേഷൻ എടുക്കാം, ദെൻ നട്ടിൽ നിവർത്തിയിരുന്ന് നല്ലൊരു ഡീപ്പ് ഇൻഹലേഷൻ എടുത്തിട്ട് പിന്നെ എക്സലേഷൻ മാത്രം ചെയ്യുക. ഇൻഹലേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പാടില്ല. സോ ഓൺലി എക്സലേഷൻ. ഓക്കെ, ലൈക്ക്
ഇങ്ങനൊരു സൗണ്ട് ആയിരിക്കും ആ ഒരു ക്രിയ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. സോ അവിടെ റിതമിക് ആയിട്ടുള്ളൊരു ഇൻ്റർവെൽ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഒരിക്കലും റിതമിക് അല്ലാത്ത ഒരു മൂവ്മെൻറ്റ് വയറിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൗണ്ട് കിട്ടും. ഇത് ഒരു റിതമിക് അല്ലാത്തൊരു സൗണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പതുക്കെ പോകുന്ന ആൾ പതുക്കെ തന്നെ പോകാൻ ശ്രമിക്കുക, ഈ ഒരു രീതിയിൽ. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീഷണർ ആണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ പോയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഈ ഒരു രീതിയിൽ. നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ചെയ്ത് തന്നെ പഠിക്കാം. ദെൻ വ്യുത്ക്രമ എന്ന് പറയുന്നത് നമ്മൾ മൂക്കിലൂടെ വാട്ടർ എടുത്തതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടുന്നു. മൂക്കിലൂടെ എടുത്തിട്ട് വായിലൂടെ ഈ ഒരു രീതിയിൽ പുറത്തേക്ക് വിടും, ആ ഒരു സൗണ്ടോട് കൂടി. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് അധികം ചോദിക്കാറില്ല. പക്ഷെ ഏതൊക്കെ ടൈപ്സ് ഉണ്ടാകും എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ മെയിൻലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വാതക്രമമാണ്. വ്യുത്ക്രമം മൂക്കിലൂടി വെള്ളം എടുക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചും മുകളിലേക്ക് ബ്രെയിനിനുള്ളിലേക്ക് കയറി പോകാനൊരു ചാൻസ് ഉള്ളത് കൊണ്ട് തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചർ പ്രാക്ടീസ് ആയതുകൊണ്ട് പലപ്പോഴും നല്ല എക്സ്പേർട്ടീസ് ആവുന്നത് വരെ ചെയ്യിക്കാറില്ല. പിന്നെ ശീതക്രമം എന്ന് പറയുന്നത് വായിലൂടെ എടുത്ത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നതിനാണ് ശീതക്രമം. ഈ വ്യുത്ക്രമവും ശീതക്രമവും അഡ്വാൻസ് പ്രാക്ടീസ് ആണ്, അത് എക്സ്പേർട്ട് ആയതിനു ശേഷം മാത്രം ചെയ്യുന്ന ഒരു ക്രിയയാണ്. ദെൻ വാതക്രമം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത്തരത്തിലാണ് വാതക്രമമായിട്ടുള്ള കപാൽഭാതിയിൽ വയറിൻ്റെ മൂവ്മെൻറ്റ്സ് പോവേണ്ടത്. നല്ലൊരു സിറ്റിംഗ് പോസ്ചറിൽ ഇരിക്കുക, നട്ടിൽ നിവർത്തി തന്നെ ഇരിക്കുക. ക്രോസ് ലെഗ്ഡോ അല്ലെങ്കിൽ നമുക്ക് വജ്രാസനത്തിലോ ഇരിക്കാം, അല്ലെങ്കിൽ സുഖാസനം, പത്മാസനം. ഈ ഒരു പോസ്റ്റേഴ്സിനെയൊക്കെ മെഡിറ്റേറ്റീവ് പോസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പോസ്റ്റേഴ്സിൽ ഇരിക്കുമ്പോൾ നട്ടിൽ നിവർന്ന് തന്നെ ഇരിക്കും, അതുകൊണ്ടാണ് ഇത്തരം പോസ്റ്റേഴ്സ് അഡാപ്റ്റ് ചെയ്യാൻ പറയുന്നത്. സോ ഒരു ഇൻഹലേഷൻ ഡീപ്ലി എടുക്കുക, ദെൻ എക്സലേഷൻ തന്നെ ഫോഴ്സ്ഫുള്ളി എക്സേൽ ചെയ്യുക. അതോടൊപ്പം വയറുള്ളിലേക്ക് ടക്ക് ഇൻ ചെയ്യുക, സ്ട്രൈക്ക് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ഹോൾഡിങ് വരാത്തത് കൊണ്ട് പെട്ടെന്നുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ തലയിലോട്ട് എത്തില്ല. പക്ഷെ നിർത്തിയ ഉടനെ തന്നെ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതാണ്. അപ്പോൾ അത് നിർത്തിയതിന് ശേഷം ഒരല്പനേരം കണ്ണടച്ച് തന്നെ ഇരിക്കാൻ ശീലിക്കുക. ആ ഒരു വൈബ്രേഷൻ, ഉള്ളിലുള്ള വൈബ്രേഷൻ അത് സെറ്റിൽ ചെയ്യുക. ഈ ഭസ്ത്രിക പ്രാണായാമം എന്ന് പറയുന്നത് നമ്മൾ ഇനി പ്രാണായാമം പഠിക്കും. അതും കപാൽഭാതിയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നുള്ള സർക്കുലേഷൻ ബ്രെയിനിലോട്ട് എത്താത്തത് കൊണ്ട് ചെറിയൊരു ഗിഡിനെസ് പെട്ടെന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ഗിഡിനെസ് നോർമലാണ്. ആ സമയത്ത് കണ്ണുകളടച്ച് ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത്. കപാൽഭാതി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലങ്സിന് നല്ല ക്ലെൻസിങ് എഫക്റ്റ് ഉണ്ടാവും, റെസ്പിറേറ്ററി പാസേജ് എല്ലാം ക്ലെൻസ്ഡ് ആവും, നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, മസാജ് കൊടുക്കും. അതുവഴി നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ആയിട്ട് വരും. നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ഓവറോൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് മെൻ്റൽ ക്ലാരിറ്റിയും ഫോക്കസും വരും. അതുകൊണ്ട് മാത്രമാണ് അതിനെ സ്കൾ ഷൈനിങ് എന്ന് പറയുന്നത്. സോ കപാലഭാതി. സോ ഇതിന് വേറൊരു ബെനിഫിറ്റ് ഉള്ളത് നെർവസ് സിസ്റ്റത്തിനെ അതിൽ ബാലൻസ് ചെയ്യും, സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യും. ഇതുവഴി നമുക്ക് വയറിലുള്ള ഫാറ്റ് മസിൽസിനെ, ഫാറ്റ് കണ്ടന്റിനെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റും. വെയിറ്റ് ലോസിനും മെറ്റബോളിസത്തിനും ഏറ്റവും നല്ലതാണ്. നമ്മുടെ നാഡീസിനെ അല്ലെങ്കിൽ എനർജി ചാനൽസിനെ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ പ്രാണിക് ഫ്ലോയിനെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, ഹാർട്ട് ഡിസീസ് ഉള്ളവർ, ആസ്മ പോലുള്ള റെസ്പിറേറ്ററി കണ്ടീഷൻസ് ഉള്ളവരൊന്നും ഇത്തരത്തിൽ കപാൽഭാതി ചെയ്യാൻ പാടില്ല. പ്രഗ്നൻസി ടൈമിലും മെൻസ്ട്രേഷൻ ടൈമിലും കപാൽഭാതി ചെയ്യരുത്. ഇതും നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഗൈഡൻസ് മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് ത്രാടകമാണ്. സോ ത്രാടക എന്ന് പറയുന്ന ക്ലെൻസിങ് ക്രിയ എന്തിനാണ് ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് കൂട്ടാനും നമ്മുടെ ഐസൈറ്റിൻ്റെ പവർ കൂട്ടാനും നമുക്ക് യൂസ് ചെയ്യാം. സോ വിത്തൗട്ട് ബ്ലിങ്കിങ് നമ്മളൊരു വസ്തുവിലേക്ക് തന്നെ ഗെയ്സ് ചെയ്തിരിക്കുന്നതിന് ഇതിനെ നമുക്ക് യോഗിക് ഗെയ്സിങ് എന്നും പറയുന്നുണ്ട്. സോ ത്രാടക എന്ന് പറയുന്നതിൻ്റെ വേർഡിൻ്റെ മീനിങ് ടു ലുക്ക് എന്നാണ്, അല്ലെങ്കിൽ ഗെയ്സ് സ്റ്റഡിലി എന്നാണ്. ഇതെന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിനെ ക്ലെൻസ് ചെയ്യിക്കാനും കോൺസെൻട്രേഷൻ കൂട്ടാനും മൈൻഡ് കാം ചെയ്യിക്കാനും, കൂടാതെ നമുക്ക് ഇതുവഴി തന്നെ മെഡിറ്റേഷൻ, ഈ ഒരു യോഗിക് ഗെയ്സിങ് വഴി നമുക്ക് മെഡിറ്റേഷനിലോട്ടും എത്തിച്ചേരാൻ പറ്റും. സോ ഇത്തരത്തിൽ നമ്മൾ ത്രാടക ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആജ്ഞാചക്ര, അതായത് തേർഡ് ഐ, രണ്ട് പുരികങ്ങൾക്കും ഇടയിലൊരു ചക്രമുണ്ട്, അതിൻ്റെ പേരാണ് ആജ്ഞാചക്രം, തേർഡ് ഐ. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു ത്രാടക യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് എബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യിക്കാനും പറ്റും.
ഇത്തരത്തിൽ 2 തരത്തിലുള്ള ത്രാടകാസാണ് പറയുന്നത്. ബാഹ്യ ത്രാടകമെന്നും അന്തർത്രാടകമെന്നും. ബാഹ്യ ത്രാടക എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണലി ഉള്ളൊരു ഒബ്ജക്റ്റിനെ, ഇപ്പം മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിലെ ആ ഒരു ദീപത്തിലേക്ക് തന്നെ, വെളിച്ചത്തിലേക്ക് തന്നെ, ആ ഒരു ഫ്ലെയിമിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നതിനെയാണ് ബഹിർത്രാടക അല്ലെങ്കിൽ ബാഹ്യത്രാടക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അന്തർത്രാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിത്തൗട്ട് ബ്ലിങ്കിങ് നോക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ണ് നിറയുന്ന ആ ഒരു സമയത്ത് തന്നെ കണ്ണുകൾ അടച്ച് ആ നമ്മൾ നോക്കിയിരുന്ന ആ വസ്തു, ഇപ്പോൾ ഒരു ഡോട്ടാണെങ്കിൽ ആ ഡോട്ട്, ആ മണ്ഡലയാണെങ്കിൽ മണ്ഡല, അല്ലെങ്കിൽ ആ ഒരു ഫ്ലെയിം ആണെങ്കിൽ ആ ഫ്ലെയിമിനെ തന്നെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന്, ചിലപ്പോൾ നമുക്കൊരു ഡോട്ട് മാത്രമേ കിട്ടുള്ളൂ, ആ ഡോട്ടിലേക്ക് മാത്രം നോക്കിയിരിക്കുക, മീൻസ് ശ്രദ്ധിച്ച് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, കണ്ണുകൾ അടച്ച് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതിനാണ് അന്തർത്രാടക അല്ലെങ്കിൽ ഇൻറ്റേർണൽ ത്രാടക എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ബാഹ്യത്രാടകം ചെയ്യുമ്പോൾ നമുക്ക് ഐസൈറ്റ് കൂടുന്നു, ഐസൈറ്റിൻ്റെ കണ്ണിൻ്റെ പവർ കൂട്ടാൻ പറ്റും, കണ്ണിനെ ക്ലെൻസ് ചെയ്യാൻ പറ്റും. അന്തർത്രാടകയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫോക്കസും കോൺസെൻട്രേഷനും കൂട്ടാൻ പറ്റും, നമ്മുടെ വിഷ്വലൈസേഷൻ പവർ കൂട്ടിയെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ ബാഹ്യത്രാടകം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നട്ടിൽ നിവർത്തി നമ്മളൊരു മെഡിറ്റേറ്റീവ് പോസ്ചറിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ കണ്ണിന് നേരെ തന്നെ നമ്മൾ ആ ഒരു ദീപം വെക്കണം. ആ ഒരു ഫ്ലെയിം വരേണ്ടത് കണ്ണിന് നേരെ ആയിരിക്കണം. താഴേക്ക് കുനിഞ്ഞോ മുകളിലേക്കോ തല ഉയർത്തിയോ നോക്കേണ്ട അവസ്ഥയിലല്ല വെക്കേണ്ടത്. കണ്ണിന് നേരെയുള്ള പൊസിഷനിൽ തന്നെ വെക്കണം. അതേസമയം ഒരു കൈ അകലത്തിലേക്ക് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി സിറ്റിംഗ് പൊസിഷൻ കംഫർട്ടബിൾ ആയിരിക്കണം. ഇപ്പോൾ വജ്രാസനത്തിലാണെങ്കിൽ ആ ഒരു ആസനത്തിൽ, അല്ലെങ്കിൽ ക്രോസ് ലെഗ്ഡ് സിമ്പിൾ പൊസിഷനിലാണെങ്കിൽ അങ്ങനെ ഇരിക്കാം. നിങ്ങൾക്ക് ഒരു പില്ലോ യൂസ് ചെയ്ത് അതിലിരിക്കുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ അതിലിരിക്കാം. നിങ്ങൾക്ക് ചെയറിലിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ ചെയറിലിരിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണിന് നേരെ മാത്രം ഫ്ലെയിം വരണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു 3 to 4 feet എവേ എന്ന് പറയുന്നത് ഒരു കൈ അകലത്തിലേക്ക് തന്നെ വെച്ചാൽ മതിയാവും. ഓക്കെ, എന്നിട്ട് ആ ഒരു ഫ്ലെയിമിലേക്ക് തന്നെ നമ്മൾ കണ്ണുകൾ എടുക്കാതെ, കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ നോക്കണം. സ്റ്റഡി ഗെയ്സ് ആണ് വേണ്ടത്. ഇത് ഇരുട്ട് മുറിയിൽ, കുറച്ചൊന്ന് മങ്ങിയ വെളിച്ചമുള്ള മുറിയിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. നല്ല തെളിച്ചമുള്ള പകൽ പ്രകാശത്തിൽ ചെയ്യാൻ പാടില്ല. അതിനുശേഷം കണ്ണിലേക്കൊന്ന് വെള്ളം നിറഞ്ഞു വരുമ്പോൾ കണ്ണടയ്ക്കുക. ആ ഒരു ഇമേജ്, നമ്മൾ നോക്കിയിരുന്ന ഇമേജ് തന്നെ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യാൻ നോക്കുക. ഒരു ഡോട്ടായിരിക്കും ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നവർക്കുണ്ടാവുക. പിന്നെ അത് തെളിഞ്ഞ് ആ ഒരു വിഷ്വലൈസേഷൻ പവർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഇമേജ് അതുപോലെ തന്നെ കിട്ടാം. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്യുക. ഫ്യൂ മിനിറ്റ്സ് നമുക്കത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. സോ ഈ ഇത്തരത്തിലും ക്യാൻഡിലും ഫ്ലെയിമും അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോട്ടിലേക്ക് നോക്കിയിരിക്കാം. അല്ലെങ്കിൽ മണ്ഡലാസ്, യോഗിക് ഗേസിങ് ചെയ്യുന്ന മണ്ഡലാസ് ഉണ്ടാവും. അതിൽ നോക്കിയിരുന്നാൽ പെട്ടെന്ന് നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാൻ പറ്റുന്നതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫ്ലെയിം അല്ലെങ്കിൽ ഡോട്ട് അല്ലെങ്കിൽ മണ്ഡലാസ് യൂസ് ചെയ്യാം ഫോർ ത്രാടക. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ത്രാടകം ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഐ മസിൽസിനെയും ഐസിനെയും സ്ട്രെങ്തൻ ചെയ്യാനും ക്ലെൻസ് ചെയ്യിക്കാനും പറ്റും. നമ്മുടെ വിഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും. മെൻ്റൽ ക്ലാരിറ്റി വരും, ഫോക്കസ് കൂടും, നമ്മുടെ കോൺസെൻട്രേഷൻ എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റും, മൈൻഡിന് നല്ല കാംനെസ് കൊടുക്കാൻ പറ്റും, സ്ട്രെസ് റിഡക്ഷൻ വരുത്താൻ പറ്റും. ആങ്സൈറ്റി ഉള്ളവർക്ക് മെയിനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്രിയയാണ് ത്രാടക ക്രിയ എന്ന് പറയുന്നത്. അതുവഴി അവരുടെ ഇൻഡ്യൂട്ടീവ് പവർ കൂടും, അവർക്ക് ആ ഒരു മൈൻഡ് ക്ലാരിറ്റി ആങ്സൈറ്റിയും കുറയ്ക്കാനും നമുക്ക് സാധിക്കും. സോ ഇത്തരത്തിൽ ത്രാടകം ചെയ്തു കഴിഞ്ഞാൽ അത് മെഡിറ്റേഷനിലേക്ക് എത്താനുള്ള മെയിൻ കോൺസെൻട്രേഷൻ നമുക്ക് കൊണ്ടുവരുത്തും. സോ ഇത്തരം കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ പ്രിയർ ടു മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ത്രാടകം കൊടുക്കാൻ പറ്റും. അതുവഴി നമുക്ക് ഏകാഗ്രത 1 പോയിന്റ്സിലേക്ക് എത്താൻ പറ്റും. സോ നമ്മുടെ ആജ്ഞാചക്രത്തിനെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നു, കൂടാതെ ഇൻഡ്യൂട്ടീവ് എബിലിറ്റീസ് നമുക്ക് എൻഹാൻസ് ചെയ്ത് തരുന്നു. ഐ ഡിസീസ് ഉള്ളവരോ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരോ സിവിയർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരോ ഇത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് മൈഗ്രെയിൻ അല്ലെങ്കിൽ ഇൻസോംനിയ, ഉറക്കം വരാത്തവർ ഇത് ചെയ്യാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഡിം ആയിട്ടുള്ള ലൈറ്റുള്ള റൂമിലാണ് ഇത് ചെയ്യാൻ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഐക്ക് സ്ട്രെയിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതും ഒരു കൺസൾട്ടഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിനെ വെച്ചിട്ട് തന്നെ ചെയ്യിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം ക്രിയകൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ് നമ്മൾ 2nd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ നമ്മൾ ഇത്തരം ക്രിയകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രിഫറബിളി മോർണിംഗ് ടൈമിൽ തന്നെ ചെയ്യുക. നമ്മൾ ദൗത്യക്രിയയ്ക്ക് നേർത്തിക്രിയയെല്ലാം ചെയ്യുമ്പോൾ ലൂക്ക് വാം ആയിട്ടുള്ള വാട്ടർ എടുത്ത് അതിലൊരല്പം ഉപ്പിട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വമന ദൗത്യം ജലനേർത്തിയും ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഇത്രയുമാണ്
ക്രിയാസ് പറയുന്നത്. കൂടാതെ ശംഖപ്രക്ഷാളന ക്രിയ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഒരു ക്രിയയാണ് പറയുന്നത്. ശംഖപ്രക്ഷാളന ക്രിയ നമ്മുടെ വയറിനെ ക്ലെൻസ് ചെയ്യിക്കാനും വിബന്ധം കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. ശംഖ മീൻസ് കോച്ച് ഷെല്ല്, നമ്മുടെ ഷെല്ലിനെയാണ് പറയുന്നത് ശംഖം. പ്രക്ഷാളനം എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് തന്നെയാണ്. ഈ ഒരു ശംഖപ്രക്ഷാളന ക്രിയയുടെ മറ്റൊരു പേരാണ് വാരിസാര ദൗത്യം എന്ന്. നമ്മൾ ദൗത്യക്രിയ വമന ദൗത്യം, വസ്ത്ര ദൗത്യം, ദണ്ഡ ദൗത്യം പറഞ്ഞു. ഇത് മറ്റൊരു തരത്തിൽ ആ ഒരു 6 ക്ലെൻസിങ് ക്രിയാസ് അല്ലാതെ നമ്മൾ പറയുന്ന ഒരു ക്രിയയാണ് ശംഖപ്രക്ഷാളനം അല്ലെങ്കിൽ വാരിസാര ദൗത്യം എന്ന് പറയുന്നത്. വാരി മീൻസ് വാട്ടർ, സാര മീൻസ് എസെൻസ്, ദൗത്യം മീൻസ് ക്ലെൻസിങ്. സോ ഇത്തരത്തിൽ നമ്മൾ വെള്ളം കുടിച്ചിട്ട്, ഉപ്പ് വെള്ളം കുടിച്ചിട്ട് തന്നെ ചില നമ്പർ ഓഫ് ആസനാസ് ചെയ്യുന്നുണ്ട്. വയറിന് ചേണിങ് എഫക്റ്റ് വരുന്ന ആസനാസ്, വയറിനെ നന്നായിട്ട് ശുദ്ധി വരുത്താൻ കഴിയുന്ന കുറച്ച് ആസനാസ് ചെയ്ത് അത് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് ശംഖപ്രക്ഷാളന ക്രിയ എന്ന് പറയുന്നത്. നമുക്ക് വാരിസാര ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഡീടോക്സിഫിക്കേഷനാണ് ഉണ്ടാകുന്നത്. സാധാരണ നമ്മൾ ഉപ്പുവെള്ളം കുടിച്ചിട്ട് അത് പുറത്തേക്ക് ഛർദ്ദിക്കുന്നതല്ല ഇവിടെ ചെയ്യുന്നത്. പകരം നമ്മൾ ചേൺ ചെയ്ത് നമ്മുടെ ആ ഒരു ആസന വെച്ചിട്ട് മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് അത് ടോയ്ലറ്റിൽ പോയി തന്നെയാണത് വാഷ് ഔട്ടായി പോകുന്നത്. നമുക്കിത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ട്രാൻസ്ഫർമേഷന് യൂസ് ചെയ്യാൻ പറ്റും. ആയുർവേദത്തിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കായകൽപ്പ ടെക്നിക്കായിട്ട് ഈ ഒരു ശംഖപ്രക്ഷാളന ക്രിയ അല്ലെങ്കിൽ വാരിസാര ക്രിയേനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റെഫറൻസ് ഖേരണ്ട സംഹിതയിലാണുള്ളത്. സോ ബോഡി കൂടുതൽ നമുക്ക് ഷൈനിങ് ആവാൻ, ഇമ്പ്യൂരിറ്റീസിന് മൊത്തത്തിൽ മാറി ഷൈനിങ് ആവാൻ നമുക്ക് സഹായിക്കുമെന്നാണ് ഖേരണ്ട സംഹിതയിൽ ഈ ഒരു ശംഖപ്രക്ഷാളന ക്രിയയെക്കുറിച്ച് പറയുന്നത്. ആദ്യം പ്രീ പ്രൊസീജിയറാണ് പറയുന്നത്. ഇത്തരം പ്രീ പ്രൊസീജിയറിൽ നമ്മൾ എന്തൊക്കെ ആവശ്യമുണ്ട് അതിനെ തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ടീസ്പൂൺ ഓഫ് സോൾട്ടാണ് നമ്മൾ ഇടേണ്ടത്. ഇത് പ്രത്യേകിച്ചും കിച്ചടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഇത്തരം ക്രിയകൾ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ക്രിയ ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കിച്ചടി പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. സോ മൂങ് ദാൽ ഇതൊക്കെ ഇട്ടിട്ട് റൈസ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ഇത്തരം കിച്ചടി എന്ന് പറയുന്നത്. സോ ഫ്രഷ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നിയർ ബൈ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരിക്കണം. ദെൻ രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണ് ഈ പ്രൊസീജിയർ എന്നാണ്. 2 ഗ്ലാസ് സോൾട്ട് വാട്ടർ ആദ്യം കുടിക്കുക. എന്നിട്ട് ആ ഒരു 5 സ്പെസിഫിക് ആസനാസ് 8 പ്രാവശ്യം വെച്ച് ചെയ്യാം. ഓക്കെ. താടാസനം, തിര്യക് താടാസനം, കടി ചക്രാസനം, തിര്യക് ഭുജംഗാസനം, ഉദരകർഷണാസനം, ഇത്രയുമാണ് ഇവിടെ പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് ചക്കി ചലനാസനമൊക്കെ കൊടുക്കാൻ പറ്റും. അതെല്ലാം മെയിനായിട്ട് വയറിന് നല്ല ചേണിങ് എഫക്റ്റാണ് കൊടുക്കുന്നത്. സോ ഇതൊരു 6 റൗണ്ട് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. അതുവരെ നമ്മുടെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ടെംപ്റ്റേഷൻ തോന്നും ടോയ്ലറ്റിൽ പോകാനുള്ള. അതുവരെ നമ്മൾ 6 റൗണ്ട് ഇത് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് പോസ്റ്റ് പ്രൊസീജിയേഴ്സ് പറയുന്നത്. ഇതിൽ 45 മിനിറ്റ് നമ്മൾ ശവാസനത്തിൽ കിടക്കുക. ഈ ഒരു ഇവാക്വേഷൻ വന്നതിന് ശേഷം, വയറ്റിൽ നിന്ന് പോയി ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം നമ്മൾ 45 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ആഫ്റ്റർ 45 മിനിറ്റ് നമുക്ക് ഈ ഒരു കിച്ചടി കഴിക്കാൻ പറ്റും. സോ അതിനുശേഷം നമ്മൾ മെൻ്റലി ഉള്ളതും ഫിസിക്കലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കുക. കാരണം നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്ന ക്രിയാസ് പോലെ തന്നെ അഭ്യംഗം ചെയ്തതിന് ശേഷവും അധികം അനങ്ങാനും ബോഡി അനങ്ങരുത് എന്ന് പറയുന്നുണ്ട്, റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിയ ശംഖപ്രക്ഷാളന ക്രിയ കഴിഞ്ഞതിന് ശേഷം നന്നായി റെസ്റ്റ് എടുക്കുക. ഫിസിക്കലി മെൻ്റലി ആക്ടിവിറ്റീസ് ആ ദിവസത്തേക്ക് ഒഴിവാക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിതൊരു 2 വർഷത്തിൽ ഒരിക്കൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ്. സോ 6 മാസത്തിൽ ഒരിക്കൽ നമ്മളിത് ചെയ്യുക, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ഒരു ക്രിയ ചെയ്യാം. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാതിരിക്കുക. ആസനാസിൻ്റെ പോർഷൻസ് ഫുള്ളി കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടും ഏതൊക്കെ ആസനാസാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന്. ഇവിടെ താടാസനം പറയുന്നുണ്ട്. പാം ട്രീ പോസാണ് താടാസനം എന്ന് പറയുന്നത്. തിര്യക് താടാസനം എന്ന് പറയുന്നത് ട്വിസ്റ്റിംഗ് പോസ്റ്ററാണ്. ഈ താടാസനത്തിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. കടി ചക്രാസനം കാലൊരൽപ്പ അകലത്തിലേക്ക് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ എക്സേൽ ചെയ്തുകൊണ്ട് പുറകിലേക്ക് നോക്കുന്നതിനാണ് കടി ചക്രാസനം എന്ന് പറയുന്നത്. ഭുജംഗാസനത്തിൽ വന്നിട്ട് ഈ ഒരു രീതിയിൽ കോബ പോസിലേക്ക് വന്നിട്ട് നേരെ തിരിഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ഫൂട്ടിലേക്ക് നോക്കുന്നതിനെയാണ് തിര്യക് ഭുജംഗാസനം എന്ന് പറയുന്നത്. ഉദരകർഷണാസനം എന്ന് പറയുന്നത് നമ്മൾ കിടന്നതിന് ശേഷം ചെയ്യുന്നതാണ്. മീൻസ് കിടന്നതിന് ശേഷം കാല് 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുപോയി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ച്
ഓപ്പോസിറ്റ് കൈയിലേക്ക് നോക്കുന്നതാണ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും ഉദരകർഷണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചക്കി ചലനാസനം ഞാൻ പേഴ്സണലി ആഡ് ചെയ്യുന്നതാണ്. ചക്കി ചലനാസനവും അത് നമുക്ക് ഇരുന്നതിന് ശേഷം കാല് നല്ല അകലത്തിലേക്ക് വെച്ചിട്ട് ചേണിങ് പ്രോസസ്സായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഏറ്റവും ബെനിഫിഷ്യലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആസനാസ് നമുക്ക് ആഡ് ചെയ്യാം. ചേണിങ് ആയിട്ടുള്ള ആസനാസ്, വയറിന് ചേണിങ് കൊടുക്കുന്ന ആസനാസ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ 2 തരത്തിലുള്ള ശംഖപ്രക്ഷാളന ക്രിയാസ് പറയുന്നുണ്ട്. ഒന്ന് ലഘു ശംഖപ്രക്ഷാളന ക്രിയ, 2 പൂർണ്ണ ശംഖപ്രക്ഷാളന ക്രിയ. ലഘു ആണെങ്കിൽ അതൊരു ഷോർട്ടൺ വേർഷനാണ്. അത് 6 to 8 കപ്പ് വരെയുള്ള വെള്ളം മാത്രം കുടിച്ചാൽ മതി. ഇവിടെ 5 ആസന 8 ടൈം വെച്ചിട്ട് ചെയ്താലും മതി. പൂർണ്ണ ശംഖപ്രക്ഷാളനത്തിലാണെങ്കിൽ നമ്മൾ വാട്ടർ എക്സ്പെൽ ആവുന്നത് വരെ അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. 21 ഗ്ലാസ് ഓഫ് വാട്ടറാണ് അവിടെ കുടിക്കാൻ പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ, IBS മാറ്റാൻ, ഡയേറിയ, അല്ലാത്ത ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ഈ ഒരു ശംഖപ്രക്ഷാളന ക്രിയ യൂസ് ചെയ്യുന്നുണ്ട്. ഡയബറ്റീസിൻ്റെ മാനേജ്മെൻറ്റിൽ ഇത് നല്ല എഫക്റ്റീവായിട്ട് വരുന്നതാണ്. ദെൻ സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ, അലർജി ഡിസീസ് ഉണ്ടെങ്കിൽ അത് മാറാൻ നമുക്ക് ഈ ഒരു ശംഖപ്രക്ഷാളന ക്രിയ യൂസ് ചെയ്യാൻ പറ്റും. ആക്നീസ്, പിമ്പിൾസ്, പിന്നെ ഡെർമറ്റൈറ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സോറിയാസിസ്, ചിരങ്ങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ശംഖപ്രക്ഷാളന ക്രിയ കൊടുക്കാൻ പറ്റും. മെൻ്റൽ ഹെൽത്തിന്, നമ്മുടെ നെർവസ് സിസ്റ്റം സൂത്തൻ ചെയ്യാനും ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഈ ഒരു ശംഖപ്രക്ഷാളന ക്രിയ കൊടുക്കാൻ പറ്റും. ആർക്കാണ് കൊടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക്, ഹാർട്ട് ഡിസീസ്, കിഡ്നീസ് വീക്കായിട്ടുള്ളവർക്ക്, പ്രഗ്നൻസി സ്റ്റേജിൽ നിൽക്കുന്നവർക്ക്, അൾസർ, സ്റ്റൊമക്ക് അൾസേഴ്സ് ഉള്ളവർക്ക്, ബാക്ക് പെയിൻ ഉള്ളവർക്ക്, സർജറി കഴിഞ്ഞവർക്ക്, ഇവർക്കൊന്നും ഇത്തരത്തിൽ വാരിസാര ക്രിയ അല്ലെങ്കിൽ ശംഖപ്രക്ഷാളന ക്രിയ കൊടുക്കരുത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ടർ എക്സ്പെൽ ആയതിനു ശേഷം, അതായത് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത് വരെ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 5 ആസന 8 തവണ ചെയ്ത് കഴിഞ്ഞില്ല, അതിന് മുന്നേ ഒരു തോന്നുകയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പോവുക, അല്ലാതെ അത് റിപ്പീറ്റ് ചെയ്യരുത്. ഫുഡ് കഴിച്ച് ഒരു 2 മണിക്കൂർ വരെ ഫ്ലൂയിഡ് ഇൻടേക്ക് ഒഴിവാക്കണം. എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ അത്രയും ക്ലെൻസിങ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ സ്പൈസി ഫുഡോ അല്ലെങ്കിൽ കെമിക്കലി പ്രിപ്പയർഡ് ചെയ്ത ഫുഡോ ഒന്നും കഴിക്കരുത്. ഫോർ എ മന്തിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഫുഡ് ഒഴിവാക്കുക. അതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കിച്ചടി പറയുന്നത്. ഓക്കെ, ആ ഒരു ഗീയും കൂടി ചേർത്ത് കിച്ചടി കഴിക്കുമ്പോൾ ഗീ നമ്മുടെ ആ ഒരു സ്റ്റൊമക്ക് ലെയറിനെ കവർ ചെയ്യും. അപ്പോൾ അത്രയും സ്ട്രെങ്തൻ ആക്കാൻ, നമ്മളെ ഡൈജസ്റ്റീവ് ട്രാക്കിനെ തന്നെ സ്ട്രെങ്തൻ ആക്കാൻ ഈ ഒരു ക്രിയ കൊണ്ട് സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം പോസ്റ്റ് പ്രൊസീജിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ ഒരു മാസത്തേക്ക് തന്നെ നമ്മൾ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ് ഒന്നും എടുക്കാൻ പാടില്ല. ഇനി ഇത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഇൻറ്റേർണൽ ഓർഗൻസിന് നല്ല ക്ലെൻസിങ് ഉണ്ടാവും. ടോട്ടലി നമ്മുടെ ടോക്സിൻസിനെയൊക്കെ എലിമെൻ്ററി കനാലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഓർഗൻസിനെല്ലാം നല്ല ഹെൽത്ത് ഉണ്ടാവും, ടോൺഡ് ആയിരിക്കും, നമ്മളെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് ത്വക്ക് രോഗങ്ങൾക്കൊക്കെ നല്ലതായിട്ട് പറയുന്നത്. വെയ്റ്റ് മാനേജ്മെൻറ്റ്, നമ്മുടെ ഡയബറ്റീസിനെ കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ വെയ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. എക്സ്ട്രാ കലോറീസ് ഒക്കെ ബേൺ ആയി പോകുന്നുണ്ടാവും. നമ്മുടെ എനർജിയെ മൊത്തത്തിൽ, പ്രാണിക് ഫ്ലോവിനെ ഇതിന് എനർജൈസ്ഡ് ആക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചക്രാസിനെയൊക്കെ അലൈൻ ചെയ്യാൻ പറ്റും. സോ ഇത്രയുമാണ് ഷഡ്ക്രിയാസും, കൂടാതെ എക്സ്ട്രാ പറഞ്ഞ സ്പെഷ്യലായിട്ടുള്ള വാരിസാര ക്രിയ അല്ലെങ്കിൽ ശംഖപ്രക്ഷാളന ക്രിയ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പേർട്ട് ആയതിനു ശേഷം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രിയാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തേക്ക് മാത്രം അത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ തിയറി പോർഷൻസ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ജലനേത്തി ചെയ്യാൻ പറ്റും, വമന ദൗത്യം ചെയ്യാൻ പറ്റും, കപാലഭാതി, ത്രാടക, ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഗുഡ് സ്റ്റഡീസ്, ഗുഡ് നൈറ്റ്.